പ്രേക്ഷകരെ, കോടികൾ മുടക്കി നിർമ്മിച്ച തിരൂരങ്ങാടി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കാൻ കത്രികയില്ലാതെ ഉദ്ഘാടകനായ PK കുഞ്ഞാലിക്കുട്ടി മടങ്ങി. ഇന്നലെ രാവിലെ ചെമ്മാട് നടന്ന പരിപാടിയിലാണ് സംഭവം. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷം കെട്ടിട ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കൽ ചടങ്ങിലേക്ക് കുഞ്ഞാലിക്കുട്ടി എത്തിയപ്പോഴേക്കും കൌൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തിക്കും തിരക്കും കൂട്ടി സ്ഥലം കൈയടക്കി. ഇതെല്ലാം മറികടന്ന് നാട മുറിക്കാൻ എത്തിയപ്പോഴാണ് കത്രികയില്ലെന്ന് മനസ്സിലായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം. മുബഷിപ്പി അക്ബർ, ഗുഡ് ഈവനിങ്. ഉദ്ഘാടനത്തിന് ഈ നാട മുറിച്ചുള്ള ഉദ്ഘാടനമാണ് എന്നുണ്ടെങ്കിൽ അതിനാദ്യം കൊണ്ടുവയ്ക്കേണ്ടത് കത്തിയോ കത്രികയോ ഒക്കെയാണ്. അതല്ല, വിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം എന്നുണ്ടെങ്കിൽ അതിന് വിളക്കും തിരിയും കത്തിക്കുന്നതിനായിട്ടുള്ള കൈവിളക്കും ഒക്കെ അവിടെ ഒരുക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഈ സംഘാടകർ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? അതോ PK കുഞ്ഞാലിക്കുട്ടി കത്രികയുമായി വരുമെന്ന് കരുതിയോ? ഗുഡ് ഈവനിങ് സുജയ പാർവതി. സംഘാടകരുടെ ഒരു പിഴവ് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് കാരണം. ഇന്നലെ രാവിലെ ചെമ്മാട് നടന്നൊരു സംഭവമാണിത്. തിരുവങ്ങാടി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ അവിടെയുള്ള UDF-നെ സംബന്ധിച്ച് അവരുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഈ ഒരു പദ്ധതി എന്നുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് പരസ്യം പ്രചരിപ്പിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുൻപായിട്ട് വലിയ ഗാനമേളയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നാടമുറിക്കൽ ചടങ്ങിലേക്ക് കടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി നാടമുറിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയത് തന്നെ ഏറെ റിസ്ക് എടുത്തായിരുന്നു. കാരണം അവിടെ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കളും അല്ലാത്ത നേതാക്കളൊക്കെ തന്നെ തെങ്ങിക്കൂടിയത് മൂലം ഉദ്ഘാടനമായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങോട്ട് എത്താൻ കഴിയാതെ വരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വേളയിലാണ് കത്രികയില്ലെന്ന് തിരിച്ചറിയുന്നത്. അദ്ദേഹം കുറച്ചു സമയം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കത്രികയ്ക്ക് വേണ്ടി. ചില ആളുകളോടൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. സംഘാടകർ പരസ്പരം പഴി ചാരുന്നതിനിടയിൽ PK കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ വിമർശനം എതിർഭാഗത്തുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. വിശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്ത സാഹചര്യത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്. അവർക്ക് തന്നെ തിരിച്ചടിയായത് എന്നുള്ളതാണ് മറുഭാഗത്തുള്ള LDF ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അതേസമയം ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഫലകമൊക്കെ തന്നെ നീക്കിക്കൊണ്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. പിന്നീട് ഔദ്യോഗികമായിട്ടൊരു നാടമുറിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കത്രിക ഒരു ഭാഗത്തുണ്ടായിരുന്നു. ജനത്തിരക്ക് മൂലം അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കാതിരുന്നതാണ് എന്നുള്ളതാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. എന്തായാലും വീഡിയോ വളരെ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നു. വൈറൽ വീഡിയോ ആയി. ഉദ്ഘാടനമുണ്ട്, പക്ഷേ കത്രികയില്ല. പിന്നെ എങ്ങനെയാണ് സാർ ആ നാട മുറിച്ച് സ്ഥാപനത്തിനകത്തേക്ക് പാവം PK കുഞ്ഞാലിക്കുട്ടി കയറുക?